സായാഹ്ന പ്രാർത്ഥന. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദവര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ സ്റ്റിരിഗ്മ ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കാവുന്നതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദവര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മരിയൻ ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ. കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കാവുന്നതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദവര മാതാവേ, അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും തെളിവായ പ്രിയപ്പെട്ട അമ്മേ, ഈ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും അമ്മ എപ്പോഴും വസിക്കണമേ. അങ്ങനെ അമ്മയുടെ സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങൾ പരിശുദ്ധ ത്രിത്വവുമായി സഹവസിക്കുവാൻ ഇടയാകട്ടെ. എല്ലാ കാലഘട്ടങ്ങളിലും ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന അമ്മയുടെ അനുഗ്രഹം എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വത്തിനും ഭൂമിയിൽ അങ്ങേ പുത്രൻ്റെ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും ഞങ്ങൾക്ക് ആവശ്യമായ അത്ഭുതങ്ങൾക്കായി പരിശുദ്ധ അമ്മേ, അങ്ങേ പ്രിയപുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. രക്ഷയുടെ സന്ദേശവും അവന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനവും ഞങ്ങൾ അനുഭവിക്കുന്നതിന് ഞങ്ങൾക്ക് ഇടയാക്കണമേ. പരിശുദ്ധ മാതാവേ, വിശ്വാസത്തിലും പ്രതീക്ഷയിലും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അമ്മയുടെ മാതൃസംരക്ഷണം എല്ലായ്പ്പോഴും ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ജീവിച്ചിരിക്കുന്നവരുടെ സംരക്ഷണവും മരിച്ചവരുടെ രക്ഷയുമാകുന്ന അമ്മേ, അമ്മയുടെ ശക്തമായ നാമം ഞാൻ വിളിക്കുവാൻ അനുവദിക്കണമേ. മാധുര്യമുള്ള പരിശുദ്ധ അമ്മേ, ഇനി മുതൽ എൻ്റെ അധരങ്ങളിൽ എന്നും അമ്മയുടെ നാമം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മാതാവേ, ഞാൻ അമ്മയെ വിളിക്കുമ്പോഴെല്ലാം എന്നെ സഹായിക്കുവാൻ വൈകരുതേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ പ്രലോഭനങ്ങളിലും അമ്മയുടെ നാമം മറിയമേ എന്ന് ആവർത്തിച്ചുകൊണ്ട് ഞാൻ അമ്മയെ വിളിക്കുന്നത് അവസാനിപ്പിക്കയില്ല. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, അമ്മയുടെ മാതൃകരങ്ങൾ എനിക്ക് വേണ്ടി നീട്ടണമെന്നും എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അമ്മ വിനയത്തോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഭൗതിക സമ്പത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും എൻ്റെ ചുറ്റുമുള്ളവരെ ഉദാരതയോടെയും നിസ്വാർത്ഥതയോടും കൂടി സഹായിക്കുവാനും ഇടയാകട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ദൈവിക സ്വാധീനം എൻ്റെ ജീവിതത്തിൽ നിന്ന്
എല്ലാ തിന്മകളെയും അകറ്റട്ടെ. എൻ്റെ പാതയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ പ്രതികൂല ശക്തികളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എൻ്റെ സമാധാനത്തിനും ക്ഷേമത്തിനും ഭീഷണിയായ നിഴലുകളെ തുരത്തുവാനുള്ള അമ്മയുടെ ഇടപെടലിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി എൻ്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അവിടുത്തെ സർവശക്തൻ്റെ പാദങ്ങളിൽ എത്തിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവഹിതമനുസരിച്ചാണെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അപേക്ഷകളുമെല്ലാം അങ്ങേ പുത്രൻ്റെ പക്കൽ സമർപ്പിക്കുവാൻ അവിടുന്ന് ഇടയാകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഐശ്വര്യത്തിനായുള്ള ഞങ്ങളുടെ അന്വേഷണം എപ്പോഴും ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങൾക്ക് യോജിച്ചതായിരിക്കട്ടെ. അങ്ങനെ ഉദാരമായി പങ്കിടുവാനും ആവശ്യമുള്ളവരെ സഹായിക്കുവാനും ഇടയാകട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ അസ്തിത്വത്തെ അമ്മയുടെ പവിത്രമായ മേലങ്കിയാൽ പൊതിയണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നന്മയുടെയും സംതൃപ്തിയുടെയും പാതയിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിൽ ഞങ്ങളുടെ പാതയെ മറയ്ക്കുന്ന എല്ലാം അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ പാതയിൽ തിളങ്ങട്ടെ. അമ്മയുടെ അളവറ്റ നന്മയിൽ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുവാനും പരമോന്നത സൃഷ്ടാവിൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനും ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസവും പ്രതീക്ഷയും ഞാൻ അമ്മയിൽ സമർപ്പിക്കുന്നു. എല്ലാ തിന്മകളെയും തുരത്തുവാനുള്ള ഐശ്വര്യത്തിൻ്റെ സമ്മാനം നൽകി അമ്മയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ ചൊരിയണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഭക്തിയോടും സന്തോഷത്തോടും കൂടി ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു. പരിശുദ്ധ മാതാവേ, സമൃദ്ധിയുടെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ അമ്മേ, അമ്മയുടെ സംരക്ഷണത്തിൽ ഏത് വെല്ലുവിളിയെ നേരിടുവാനും ഏത് അസാധ്യതയും തരണം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾ കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ അഭ്യർത്ഥന ശ്രദ്ധിക്കുവാൻ മാത്രമല്ല, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നേരിടുന്നതും അടിയന്തരമായ ഒരു അത്ഭുതം ആവശ്യമുള്ളതുമായ എല്ലാവർക്കും അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയുടെ കൃപ വ്യാപിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സ്നേഹവും കാരുണ്യവും കൊണ്ട് ലോകത്തെയും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും നിറയ്ക്കണമേ. അമ്മയോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും അടയാളമായി പരിശുദ്ധ അമ്മേ, എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. അമ്മയുടെ നന്മയും അത്ഭുത ശക്തിയും എല്ലായ്പ്പോഴും പരത്തിക്കൊണ്ട് അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് അവസരം നൽകണമേ. അതുവഴി മറ്റുള്ളവർക്കും അമ്മയുടെ മധ്യസ്ഥതയിൽ ആശ്വാസവും വിശ്വാസവും കണ്ടെത്തുവാൻ ഇടയാകട്ടെ. പരിശുദ്ധ മാതാവേ, എൻ്റെ അപേക്ഷ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കുകയും എനിക്കറിയാവുന്ന എല്ലാവരോടും അമ്മയുടെ നന്മയെ അറിയിക്കുകയും ചെയ്യട്ടെ. ഓ പരിശുദ്ധ അമ്മേ, വെല്ലുവിളികൾക്കും പ്രതികൂല സാഹചര്യങ്ങൾക്കും മുൻപിൽ എൻ്റെ വിശ്വാസം പതറുന്നില്ല എന്ന് തിരിച്ചറിയുന്നതിനാൽ അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, അമ്മയുടെ മുൻപാകെ പ്രാർത്ഥനയിൽ ശബ്ദമുയർത്തുന്നത് ഞാൻ തുടരുന്നു. അസാധ്യമായത് നിറവേറ്റുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അമ്മയുടെ ദൈവിക ശക്തിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഓ പ്രിയപ്പെട്ട അമ്മേ, ദുർഘട സമയത്ത് എൻ്റെയും നിരാശാജനകമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാവരുടെയും അമ്മ സംരക്ഷകയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീർ, ഞങ്ങളുടെ വേദനകളും കഷ്ടതകളും അവിടുന്ന് അറിയുന്നുവല്ലോ. പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ ഞങ്ങളെ പിന്തുണയ്ക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഞങ്ങളുടെ പക്ഷത്തായിരിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, അമ്മയുടെ പ്രിയപുത്രൻ്റെ മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ നോക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കുവാനും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിനോട് അപേക്ഷിക്കണമേ. അമ്മയുടെ ഇടപെടലിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന അത്ഭുതം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യം എനിക്കൊപ്പമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ധൈര്യത്തോടും പ്രത്യാശയോടും കഷ്ടപ്പാടുകളെ നേരിടുവാൻ എന്നെ അനുവദിക്കുന്ന എൻ്റെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ഇതുപോലെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെയും മേൽ ആർദ്രതയും കരുണയുമുള്ള അമ്മേ, അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ. അമ്മയുടെ കാരുണ്യപൂർണമായ നോട്ടം ദുരിതമനുഭവിക്കുന്ന ഹൃദയങ്ങളിലേക്ക് അവർക്ക് ആശ്വാസവും സാന്ത്വനവുമായി എത്തട്ടെ. ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതിനാൽ അമ്മയുടെ മക്കളായ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുന്നില്ല. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ഞങ്ങൾക്ക് ആവശ്യമായ അത്ഭുത പ്രവർത്തിക്കുന്നതിലൂടെ അമ്മയുടെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരോടും അമ്മയുടെ മഹത്വം പ്രാപിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. വിജയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മേ, അമ്മയിൽ വിശ്വാസമർപ്പിക്കുവാൻ, അമ്മയുടെ മധ്യസ്ഥത തേടുവാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കട്ടെ. ഏറ്റവും തീക്ഷ്ണമായ ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ എല്ലാ അപേക്ഷകളും ആഗ്രഹങ്ങളും ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ കൃപയാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.